എടാ ഇതാണ് കേട്ടാ എൻ്റെ വീട്, കൊച്ചു വീട്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? എടാ ഇതാണ് കേട്ടോ നമ്മുടെ നാട്, അതായത് PKB ബസ് സ്റ്റോപ്പ്. നമ്മുടെ കല്ലേപ്പുള്ളി ജംഗ്ഷനിൽ നിന്ന് വേനോലി റോഡ് വരുന്ന വഴി PKB ബസ് സ്റ്റോപ്പ്, ചിത്രാനഗർ എന്നൊക്കെ പറയും. നേരെ ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ. അവിടെ കുറേ മുളയൊക്കെ ഉണ്ടാവും. ഈ പണ്ടത്തെ മുള, ബാമ്പു, ആ സെറ്റപ്പാണ് കേട്ടോ. നല്ല വിലയാണ്. അപ്പം നമ്മുടെ വീടെന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ. അതാണ് കേട്ടോ എൻ്റെ കൊച്ചു വീട്. നമ്മുടെ പണ്ടത്തെ ആ ഒരു ഓട്ടുവര വീടാണ്. അപ്പം ഇത് വീടിൻ്റെ അടുത്തുള്ള ആ ഒരു സ്ഥലമാണ് കേട്ടോ. കുറേ മരമൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ മുറിക്കേണ്ട സാഹചര്യമായി. അപ്പം അതങ്ങനെ മുറിച്ചു. കൂടുതലും മുളയൊക്കെയാണ് കേട്ടോ. നമ്മൾ ഈ വേലി, പണ്ടത്തെ വേലി കൊണ്ട് ഇത് കണ്ടില്ലേ, വേലി കെട്ടാനൊക്കെ നമ്മൾ മുളയും അതൊക്കെയായിരുന്നു പണ്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ യൂട്യൂബർ എന്ന് ഞാൻ തന്നെ പറയുന്ന സാൻ ബ്ലോഗ്സ് ചേട്ടൻ്റെ വീടാണ് അത്, ആ കൊച്ചു വീടാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും എൻ്റെ വീട് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ബൈക്കാണ്, സ്പ്ലെൻഡർ പ്ലസ് ആണ്. എടുത്തിട്ടിപ്പോൾ ഒരു 5 വർഷമായി. അപ്പോൾ നമ്മുടെ മൈലേജ് കുട്ടപ്പനാണ് എന്നൊക്കെ പറയും ആൾക്കാർ. പക്ഷെ നമ്മൾ പെട്രോൾ ഊറ്റി കുടിക്കുന്നുണ്ട്. ആൾ എത്ര അടിച്ചാലും ആൾ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നെ ഇതുവരെ ജീവിതത്തിൽ എന്നെ ഒരു പ്രാവശ്യം ആള് വഴിയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനതൊരു വ്ളോഗാക്കിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെനിക്ക് ഒരു സന്തോഷമുണ്ട് ആളുടെ അടുത്ത്. ടോക്കി, ഗുഡ് മോർണിംഗ് ടോക്കി. സിറ്റ് ടോക്കി, സിറ്റ്. ആ, ഗുഡ് ഗേൾ ആണ്. ഷേക്കിൻ്റെതാ, ഷേക്കിൻ്റെതാ. ആ, നോക്ക്, കണ്ട ഇത്രയും അനുസരണയുള്ള ആളെ എവിടെ കാണാൻ പറ്റും? അപ്പോൾ ടോക്കിയോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടിപ്പോൾ 2 വർഷവും 4 മാസമായി. ആള് ഗേളാണ്. നമ്മൾ മണി ഹീസ്റ്റാണ് കേട്ടോ എനിക്ക് എൻ്റെ ഫേവറേറ്റ് മൂവി. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ടോക്കിയോ എന്ന് പേരിട്ടത്. ഡി ടോക്കി, സിറ്റ് സിറ്റ്. ആ, വെയിറ്റ് കേട്ടാ. കഴിച്ചാ? പാല് കുടിച്ചു കഴിഞ്ഞാ? നിക്ക്. ആ, ശരി സിറ്റ്, പറഞ്ഞ കേക്ക്. ആ, അപ്പോൾ ആള് നല്ല ഗുഡ് ഗേളാണ് കേട്ടോ. ഫസ്റ്റ് ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. ഇപ്പം കുറച്ചായിട്ട് ഞാനിപ്പോൾ ആളെ അനുസരണയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാ എപ്പോഴും ഇതാ ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കണം, എന്നാലേ അവൾക്ക് ഹാപ്പി. ആ, ഓക്കെ കേട്ടാ. ഇത് ഹായ് പറ, യൂട്യൂബ് ചാനലാണ്, ഹായ് പറ. പക്ഷെ എല്ലാവരും ഉണ്ടാ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്ത് എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുമ്പോൾ കൂടുതൽ പേരും ടോക്കി എവിടെ, ടോക്കിക്ക് എന്താണെന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടാ. അപ്പം എന്നെക്കാളും ഫാൻസ് ഇവനാണ്. ഡാഡാ ഒരുപാട് ഫാൻസ് വേണ്ട കേട്ടാ. ഓ ശരി ഇരിക്കി. പിന്നെ ഇപ്പോൾ അടുത്ത ആള് നമ്മുടെ തൊട്ടടുത്ത് തന്നെ മണി പ്ലാന്റ് ഉണ്ട്. വീട്ടിൽ കാശ് കൂടാൻ വേണ്ടിയിട്ടാണ് മണി പ്ലാന്റ് വെച്ചത്. ഇതിപ്പോൾ മണി പ്ലാന്റ് നന്നായിട്ട് വളർന്നുണ്ട്, പക്ഷെ കാശ് ഇതുവരെ വന്നിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഓരോ ബിസിനസ് പ്ലാനൊക്കെ പ്ലാൻ ചെയ്യുമല്ലോ, അങ്ങനെ നമ്മൾ ഗപ്പി ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിൽക്കട്ടെ ഒരു മിനിറ്റ്, ഇതൊന്ന് മാറ്റട്ടെ, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് പറഞ്ഞൊരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ്. അപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. കുട്ടികളായോന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ പുതിയൊരു സ്റ്റാർട്ടപ്പാണ്, ഒന്നും സെറ്റായിട്ടില്ല. ഇതിലും ഉണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് ബ്രീഡിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് സൈസായിട്ട് നമ്മൾ ചാനലിൽ തന്നെ നമ്മൾ റിവീൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഗപ്പി ലവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിതൊരു സ്റ്റാർട്ടപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. നമ്മുടെ ഹൈബ്രിഡ് കപ്പിയാണ്. നമ്മുടെ പെയറിന് 300 റുപ്പീസിനൊക്കെയാണ് ഞാൻ ഇമ്പോർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളെന്തായാലും റേറ്റ് കുറച്ച് തരുന്നതാണ്. നമ്മുടെ ഫോളോവേഴ്സിന് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഓഫർ ചെയ്തിട്ട് തരുന്നതാണ് കേട്ടോ. ഇതാണ് സംഭവം കേട്ടോ. ആൽബിനോ ഫുൾ റെഡ് ഗപ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ കൊച്ചു വീട്. അപ്പോൾ എല്ലാവരും അവൻ്റെ വീട് സ്വർഗമാണ്. അപ്പോൾ എനിക്കിത് ചെറിയ വീടാണെങ്കിലും എനിക്കിത് സ്വർഗം തന്നെയാണ്. ജേക്കബിൻ്റെ സ്വർഗരാജ്യം പോലെ എൻ്റെ സ്വർഗരാജ്യം ഇതാണ് കേട്ടോ. എൻ്റെ വീടാണ്, കൊച്ചു വീടാണ്. ഇപ്പോൾ ഇതാണ് ഉള്ളിൽ കയറുന്ന സംഭവം കേട്ടോ. ലൈറ്റ് ഇട്ടു. ഇത് കയറുമ്പോൾ തന്നെയുള്ള ഇത് വന്നിട്ട് TV ആണ്. TV ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. ഓക്കെ. അപ്പോൾ TV, പിന്നെ ഇത് വന്നിട്ട്
ചൂട് കാലത്ത് ടേബിൾ ഫാൻ വേണം പറഞ്ഞിട്ട് അങ്ങനെ ടേബിൾ ഫാൻ മേടിച്ചായിരുന്നു. അയ്യോ ഇത് നോക്കണ്ട. ഇത് ഞാൻ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാം ഉണ്ട് കേട്ടോ. അതാ സൊമാറ്റോ, സ്വിഗ്ഗി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഇതൊരു ബെഡ്, പിന്നെ ഇത് ചെറിയ ഫാനാണ് കേട്ടോ. പക്ഷെ ഇത് ചെറുത് കൊണ്ട് കാര്യമില്ല, ആള് നല്ല സ്പീഡാണ് കേട്ടോ. ഒരു മിനിറ്റ് നോക്കിയോട്ടാ. ഹെവി കാറ്റാണ് കേട്ടോ. AC പോലെ ഉണ്ടാവും. നല്ല കറക്കമാണ്. ആള് ചെറുത് കൊണ്ട് നിസ്സാരക്കാരനല്ല, നല്ല AC കാറ്റാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു എന്താ പറയാ ഹോള് ഇല്ല ഡാഡി, ഇതാണ് ഹോള്. ഇവിടെയാണ് സാധനം കയറിയ ഉടനെ TV കാണും. കയറുന്ന ഫസ്റ്റ് റൂം ഇതാണ് കേട്ടോ. ഇനി ഇത് നോക്കൂ കേട്ടോ, ഇത് ഡാഡിന്റെ ഫോണാണിത്. നോക്കി 100% ആയി. എന്നിട്ട് പിന്നെയും കുത്തിക്കൊണ്ടിടും. എപ്പോഴും ഇതാണ്, എന്ത് പറഞ്ഞാലും മനസ്സിലായില്ല കേട്ടാ. 24 മണിക്കൂറും ചാർജ് ഓണിൽ തന്നെ ആയിരിക്കും. 100% കഴിഞ്ഞത്. അപ്പൊ ബാറ്ററി ഒക്കെ ബൾജായിട്ട് കേട്ടതാ. കറങ്ങണം നോക്കോട്ടാ. കണ്ട കറങ്ങണ കണ്ട, ബാറ്ററി ബൾജായിട്ട് ഫുൾ ടൈം ചാർജിലിട്ടാണ്. ഇതാണ് നമ്മുടെ ടോക്കിയോന്റെ ഫുഡ് സെക്ഷൻ. പെഡിഗ്രി ഒക്കെ മേടിച്ചിട്ട് ഇട്ടുണ്ട് ഇതാ. കഴിയുമ്പോ ഫില്ല് ചെയ്യുന്നുണ്ട്. ഹായ്, ഹലോ ഗൈസ്. കുറച്ചു കാലത്ത് ഞാനിത് സൈഡ് ബേ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ യൂസ് ചെയ്യുന്നില്ല. കേട് വന്നിട്ടൊന്നുമില്ല. പണ്ട് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ആയിരുന്നു, സൈഡ് ബാഗ് തൂക്കിയിട്ട് ആ ഒരു സ്റ്റൈലൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ മാറ്റിയിട്ട. ഇത് വന്നിട്ട് ഈ അലമാറ വന്നിട്ട് ഒരു നൊസ്റ്റാളജി ഫീലാണ് കേട്ടോ. അതായത് ഞാൻ ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോൾ ഞാനിവിടെ ഹൈറ്റ്, നമ്മൾ ചെറുപ്പത്തിൽ നല്ല കുഞ്ഞായിരിക്കുമല്ലോ. അപ്പോൾ ഇതാ ഇവിടെ എവിടെയോ ആയിരുന്നു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ഇതാ ഇവിടെ നിന്ന് 1 2 3 4 5 അങ്ങനെ എന്തോ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറുപ്പത്തിൽ ഓർമ്മയുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നാണ് കേട്ടോ. ഞാൻ ഇതാ ഏകദേശം ഈ ലെവൽ ഉണ്ടായിരുന്നാണ്. ഇപ്പൊ ഞാൻ നല്ല ബൂസ്റ്റ് ഇസ് ദി സീക്രട്ട്, ബൂസ്റ്റ് ഒന്നുമില്ല. അപ്പൊ ഇപ്പൊ ഇത്തിരി ഹൈറ്റ് ഒക്കെ വെച്ചു കേട്ടോ. ഇപ്പൊ ഞാൻ ഏകദേശം ഈ ലെവലുണ്ട് കേട്ടോ. അപ്പൊ ഇത് പണ്ടത്തെ അലമാറയാണ്, കണ്ടില്ലേ? ഇതാ ഇരുമ്പിന്റെ കുറെ വർഷമായിട്ടാ, നമ്മൾ ഫസ്റ്റ് ഉള്ളപ്പോ ഉള്ള അലമാറയാണ്. അപ്പൊ എന്റെ ഷർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇനി ഒരു കേടും വന്നിട്ടില്ല കേട്ടോ. അയ്യോ വേണ്ടായിരുന്നു, കേടുണ്ട്. ഇത് എന്താ ഇടയ്ക്കൊന്ന് ഓക്കെ സെറ്റ്. ഇനിയിപ്പോ സെക്കൻഡ് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ചെറിയൊരു ഹോൾ പോലെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. എന്റെ ബാഗ്, എന്റെ ജിം, ഇത് കണ്ടോ? ഇതാണ് എന്റെ ഡമ്പല്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വർക്കൗട്ടൊക്കെ ചെയ്യും, ഹോം വർക്കൗട്ട്. അപ്പൊ അതാണിത്. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഇതാണ് സെക്കൻഡ് റൂം കേട്ടോ. ഇത് വന്നിട്ട് സിസ്റ്ററിന്റെ റൂമാണ്. അപ്പുറത്തെ വന്നിട്ട് അച്ഛനും അമ്മയും കിടക്കുന്നതാണ്. അത് വന്നിട്ട് കിച്ചണാണ്. ഇത് പിന്നെ ഡൈനിങ്, അങ്ങനെയൊക്കെയാണ്. ഇത് ഡാഡി ഹായ്. ഡാഡിന്റെ പേര് മോഹൻദാസ് എന്നാണ്. അച്ഛനാണ്. ആള് നല്ല ഗ്ലാമർ ആയിട്ടുണ്ട്. ഡാഡി ചേച്ചിന്റെ റൂം ഒന്ന് കാണിക്കുക. അവിടെ കയറി ഉള്ളിക്കറി. അപ്പൊ ഇത് സിസ്റ്ററിന്റെ റൂമാണ് കേട്ടോ. സിസ്റ്റർ കല്യാണം കഴിഞ്ഞു പോയി. ഞാനാണ് ഇപ്പൊ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഡാഡി ഇതാ കണ്ടില്ലേ, ബെഡ്റൂം. നല്ലൊരു ബെഡ് ഉണ്ട്, ചാർജർ പോയിന്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, സ്വിച്ച് ബോർഡ് ഉണ്ട്, പിന്നെ ഒരു സീലിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫാൻ ഉണ്ട്, അങ്ങനെ ഒരു സംഭവം. ക്ലോക്ക് ഉണ്ട്, അലമാര ഉണ്ട്, ചെറിയ ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല ഡാഡി? അപ്പോ ഇത് പിന്നെ അമ്മ എപ്പോഴും ചീത്ത പറയണ്ട. നമ്മൾ ഡ്രസ്സ് ഇതാ കഴിഞ്ഞ ഉടനെ ഇങ്ങനെ ഇട്ടിട്ട് കൊണ്ട് ഇവിടെ വെക്കും. അപ്പൊ അമ്മേൻ്റെ നടക്ക തെറിയൊക്കെ കിട്ടാറുണ്ട്. എന്നാലും നമ്മൾ ഈ സ്വഭാവം മാറ്റിയിട്ടില്ല, എപ്പോഴും ഇങ്ങനെ വലിച്ചു വാരി ഇടും. അപ്പോൾ നമ്മൾ ബോയ്സൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലേ. പിന്നെ ഇതാണ് കേട്ടോ, കുറച്ച് നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം വൈഫൈ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈഫൈയിൽ ടവറും ഇല്ല, റേഞ്ചും ഇല്ല. പക്ഷെ പൈസ മാസം അടയ്ക്കണം, 500 വെച്ചിട്ട്. അടുത്തത് ഇത് നമുക്കൊരു
യൂട്യൂബ് മീറ്റപ്പ് ഇത് നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. 2 പെന്നൊക്കെ ഉണ്ടായിരുന്നു, പെന്ന് കാണാനില്ല. പിന്നെ ഇതാ ഉണ്ണി ഇതാ അവർ വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചേച്ചിയുടെ കുട്ടി ചെയ്ത പണിയാണിത്. പിന്നെ ഇത് നമ്മുടെ ടോയാണ് കേട്ടോ. കുഞ്ഞുനാളിൽ ഞാൻ യൂസ് ചെയ്ത ടോയ് ആയിരുന്നു. ഡോഗിൻ്റെ ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും, കണ്ടില്ലേ ഇതാ. ഹലോ. അപ്പോൾ കുഞ്ഞിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അടുത്തത് ഇത് നമ്മുടെ ചെറുപ്പത്തിൽ ടൂർ പോയപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. കണ്ടില്ലേ, ഞാൻ നല്ല ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ മമ്മൂട്ടിനെ പോലെ ഇല്ലേ, അല്ല മമ്മൂട്ടി അല്ല, ആള് സൂപ്പർ ആയിട്ടില്ലേ, ക്യൂട്ടായിട്ടില്ലേ. പിന്നെ ഇതാണ് നമ്മുടെ ക്യൂബ്. നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോയപ്പോൾ ക്യൂബ് വെച്ചിട്ട് നമ്മൾ കാർത്തിക് ചേട്ടൻ്റെ അടുത്തൊക്കെ നമ്മൾ സോൾവ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടോന്ന് അറിയില്ല. അപ്പം ഇതാണ് ക്യൂബ്. അപ്പം ഇത് ഞാൻ സോൾവ് ചെയ്യണ്ട പെട്ടെന്ന്. ഇതാണ് കേട്ടോ ക്യൂബ്. ഞാനിത് സോൾവ് ചെയ്യും 1.5 മിനിറ്റ് തന്നെ. കണ്ടാലോ, എനിക്കോട്ടെ, പെട്ടെന്ന് നിൽക്കോ, പെട്ടെന്ന് സെറ്റാക്കാം. സെക്കൻഡ് ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ട് അതാ. ഇനി ലാസ്റ്റ് റോട്ടാ, അതിന് ചെറിയ ഫോമിലുണ്ട്. കഴിഞ്ഞുട്ടാ, സെറ്റല്ലേ. അപ്പൊ ഹോം ടൂർ ആയതുകൊണ്ട് വീട്ടിനുള്ള എല്ലാ റൂമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇനിയിപ്പോ കള്ളന്മാരൊക്കെ അഡ്വാൻസ് ആയിട്ട് ഇത് കണ്ടിട്ട് വീട്ടിൽ കക്കാനൊന്നും വരണേട്ടാ. ഇവിടെ എന്തുണ്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. അതാ കുറച്ച് കാശുണ്ട്, ലവ് ചിഹ്നം ബോക്സിൽ കുറച്ച് കാശുണ്ട്. 10-12 കൊണ്ട് ഒരു 10-50 രൂപ ഉണ്ടാവും. ഇനിയിപ്പോൾ ഗൂഗിൾ പേയിൽ ഇനിയിപ്പോൾ എത്ര ഉണ്ടാവും നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. ഇതാ ഒരു 159 രൂപയുണ്ട്. ഇതൊക്കെ എല്ലാം ലൈവായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ കള്ളന്മാരുണ്ടെങ്കിൽ ഹോം ടൂർ ആയതുകൊണ്ട് കള്ളന്മാരൊന്നും ഇത് കണ്ടിട്ട് വീട്ടിൽ കക്കാനൊന്നും വരണ്ട. കാരണം എൻ്റെ വീട്ടിലിപ്പോൾ എന്താ ഉള്ളത്, ഇതാ കുറച്ച് ചില്ലറ പൈസ ഉണ്ട്. ഇനിയിപ്പോൾ അക്കൗണ്ടിലാണെങ്കിൽ ഒരു 159 രൂപയുണ്ട് കേട്ടോ. അപ്പൊ ഇത് കണ്ടിട്ട് കള്ളന്മാരൊന്നും വരണ്ട, അലേർട്ടാകണ്ട, ഇവിടെ ഒന്നുമില്ല, വന്നിട്ട് കാര്യമില്ല. ഇതാണ് കേട്ടോ അമ്മ. എന്താണ്, സുഖമല്ലേ? അപ്പൊ അമ്മന്റെ റൂം ഒന്ന് കാണിച്ചു കൊടുക്കുക, എങ്ങനെയുണ്ട്. ഇതാണ് കേട്ടോ അമ്മന്റെ മൂവ്. ഇതെന്താ, ഇത് അലമാര അടിച്ചമ്മ. അപ്പൊ ഇതാണ് ഒരു മിനിറ്റ്, അമ്മന്റെ റൂം ഇതാണ് കേട്ടോ. ഇത് ഏറ്റവും ഉള്ളിൽ ഏറ്റവും ചെറിയ റൂമാണ് കേട്ടോ അത്. അമ്മന്റെ അലമാറയാണ് ഇതാ. എന്തൊക്കെയോ കുറെ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. അതവിടെ അച്ഛന്റെ സെക്ഷൻ ഇവിടെ അമ്മ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ അമ്മന്റെ സാരിയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എന്തൊക്കെയൊക്കെയോ ഉണ്ട് കേട്ടോ. ഇതാണ്ട, ഇതാണത്താ ചേച്ചിന്റെ കുട്ടിയാണ് കേട്ടോ. അവന്റെ എന്താണ് 56th സെറമണിക്ക് എടുത്ത ഫോട്ടോ ആണ് ഇപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട്. ആളിപ്പോ ഇങ്ങനെയൊന്നല്ല, ഇപ്പൊ നല്ല ക്യൂട്ടാണ്. അപ്പൊ അമ്മ ഇതെന്താണിത്? ഇതെന്താ ഇവിടെ ഹാങ്ങർ സെയിലിനുണ്ട് അമ്മ അവിടെ? എടുക്കി, എത്ര ഉണ്ട് നോക്കട്ടെ. ഹാങ്ങർ സെയിലിനുണ്ട്. അപ്പൊ എല്ലാരും മെസ്സേജ് അയക്കുക. എന്താണ് അവിടെ നോക്കട്ടെ. സാരി നല്ല അടിപൊളിയുണ്ടല്ലോ. ഇത് ശരിക്കും മേക്കപ്പ് ഇട്ടല്ല കേട്ടോ. അമ്മന്റെ നാച്ചുറൽ ബ്യൂട്ടിയാണ് കേട്ടോ. അവിടെ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാ? ഇല്ലേ, നാച്ചുറൽ ബ്യൂട്ടി അല്ലേ? നമ്മുടെ വീട് എത്ര വർഷമായി? അല്ല, ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? 75 വർഷം പഴക്കമുള്ള വീടല്ലേ നമ്മുടെ? അല്ലേ, മഞ്ചൂമിലാണ് കണ്ടാതാ. പക്ഷെ ഇപ്പൊ പെയിന്റ് ഒക്കെ അടിച്ച് സൂപ്പർ ആക്കിയിട്ടുണ്ട്. മഞ്ചൂമിലാണ് കേട്ടാ. പണ്ടത്തെ ഓട് വീടാണല്ലേ അമ്മ. പക്ഷെ വീട്ടിലൊന്നും അല്ല. നമ്മുടെ എന്താ വേണ്ടത് നമുക്ക്, അല്ല എന്താ പറയാ, വീട് ചെറിയ വീടാണെങ്കിൽ നമുക്ക് സമാധാനം, നമുക്ക് നല്ല രീതിക്ക് ഉണ്ടല്ലോ, സന്തോഷമല്ലേ നമ്മള്? ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? ആ, അതാണ്. ഇത് നമ്മൾ പണ്ടത്തെ, ഞാനിതാ ഇവിടെ നോക്കിക്കോട്ടെ, എൻ്റെ മെസ്സി ലവറായിരുന്നു കേട്ടോ. അപ്പോൾ മെസ്സി ഇതാ സന്ദീപ് 18 നേതിണ്ട്. കാരണം ഞാൻ വിരാട് കോഹ്ലി ഫാനാണ്, കട്ട വിരാട് കോഹ്ലിയാണ്. അപ്പോൾ 18 നമ്പർ മെസ്സിൻ്റെ ഫോട്ടോ ഇത് കണ്ട മെസ്സിന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇത് വന്നിട്ട് +1 +2 സബ്ജക്റ്റാണ്. അല്ല, +1 +2 അല്ല, 10th മലയാളം 2, ഇംഗ്ലീഷ്, സോഷ്യൽ SOCA എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഹിന്ദി, മാത്സ്, IT, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഇതാണ് മറ്റേ ഒരു ടൈം ടേബിൾ പോലത്തെ സംഭവമല്ലേ, അത് അവിടെ എഴുതിയിട്ടുണ്ട് ടൈം ടേബിൾ എന്ന്. പിന്നെ പൃഥ്വിരാജിന് അന്ന് മീശ ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ മീശയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെവിടെ മെസ്സി, ലയണൽ മെസ്സി ദി ടോപ്പ് സ്റ്റാർ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ വിജയ്,
കോഹ്ലി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാ അതാ ലേവൻ മെസ്സി, പിന്നെ സബ്ജക്റ്റ് ഒക്കെ ഈ ഇതിലാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. കുറച്ച് ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് പണ്ടത്തെ ഒരു സ്റ്റിക്കർ, ബസ്, കാറ് വന്നിട്ട്. ഇത് അച്ഛൻ അമ്മ ഒരുമിച്ച് നിൽക്കുകയാണ്. രണ്ടും മെയ്ഡ് ഫോർ ഇച്ചതാണ്. അവിടെ വന്ന് രണ്ടുപേരും നിൽക്കും. അച്ഛൻ ഒരു ഉമ്മ കൊടുക്കുക അമ്മയ്ക്ക്. അങ്ങനെ വീഡിയോ കാരണം അവർക്കൊരു ഉമ്മ കിട്ടി. അച്ഛൻ ഒരു ഉമ്മ കൊടുക്ക്. ഡാഡി കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. നാളെ വേണ്ട കൊടുക്ക്. ഞാനൊക്കെയാണ് ഈ സ്പോട്ടിൽ കൊടുത്തിട്ടുണ്ടാവും. കൊടുക്ക് കൊടുക്കാമ അമ്മ കൊടുക്കുന്ന കൊടുക്ക് കൊടുക്ക്. അയ്യ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്നൊക്കെ. ഇതാണ് കേട്ടോ കിച്ചൺ. ഇതൊക്കെ കറക്റ്റ് ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ കടുക് ഇത് വന്നിട്ട് കളർ ഗ്ലാസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് സ്നാക്സ് ബോക്സ് ആണ്. അവിടെ മതിലെല്ലാം ഉണ്ട്. ഇത് ഷുഗർ ഫേസ് യൂസ് ചെയ്തിട്ടാ. ഇത് നമ്മുടെ കിച്ചണാണ് കേട്ടോ. അടുപ്പൊക്കെ ഉണ്ട്. നമ്മ ഇതിലൊന്നും കത്തിക്കലൊന്നുമില്ല, അപ്പൊ ഗ്യാസ് ആയതുണ്ട്. സേവ് ചെയ്ത് വെക്കണം. ഫ്രിഡ്ജ് ഒന്ന് തുറക്കാമോ? മാങ്ങ എന്താണ്, ഇഞ്ചി, 2 മുളക്. ഇത് ബീർ ഞാൻ കുടിക്കുന്നതല്ല. ഇത് ബീർ ബോട്ടലിൽ വെള്ളം വെച്ചാൽ നല്ല ചില്ലുന്നുണ്ടാവും, നല്ല തണുപ്പോടെ കുടിക്കാം. അപ്പം അതുകൊണ്ട് ഇതിന് പിന്നെ എല്ലാവിടെയും ഉള്ള പോലെ ഇതാ പഴയ ചിരകി, തേങ്ങ, തക്കാളി ഇതൊക്കെയാണ് കേട്ടോ. പക്ഷെ എൻ്റെ അത് ഐസ്ക്രീമും ചോക്ലേറ്റും നജറ്റ്സും അങ്ങനത്തെ കുറേ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വെക്കണമെന്നാണ്. പക്ഷെ ഇതൊക്കെയാണ് ഉള്ളത്. മാങ്ങയും തേങ്ങയും പണ്ടത്തെ ചോറും പണ്ടത്തെ അവിയലും കൂട്ടാൻ എനിക്കുള്ളത്. സൈഡ് വ്യൂ ആണ് കേട്ടോ. എടാ ഇതാണ് കേട്ടോ എൻ്റെ വീട്, കൊച്ചു വീട്. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ?